സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അഗസ്റ്റിൻ അനുഭവപ്പെട്ട ദൈവത്തെ തേടിയുള്ള ആത്മാവിൻ്റെ വിശപ്പിനെ കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. അഗസ്റ്റിൻ്റെ പഠനകാര്യത്തിൽ പിതാവ് പട്രീഷ്യസ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഉപരിപഠനത്തിനായി കാർത്തേജിലേക്ക് അയച്ചു. അപ്രകാരം അഗസ്റ്റിൻ പ്രസംഗകലയിൽ തഴച്ചു വളർന്നു. എന്നാൽ പട്രീഷ്യസ് അഗസ്റ്റിൻ്റെ ജീവിത വിശുദ്ധിയിൽ ശ്രദ്ധ പതിപ്പിച്ചില്ല. പ്രസംഗത്തിനിടയ്ക്ക് ഒരു വാക്കു തെറ്റിയാൽ ഒരു തെറ്റും വരുത്താത്തവൻ്റെ മുഖത്ത് നോക്കാൻ പോലും അഗസ്റ്റിൻ ലജ്ജിച്ചിരുന്നു. കളികളോടുള്ള അത്യാസക്തിയും നാടകം മുതലായ പേക്കൂത്തുകൾ കണ്ട് രസിക്കുവാനുള്ള അഭിനിവേശവും അവയിലൊക്കെ പങ്കെടുക്കുവാനുള്ള തിടുക്കവും മൂലം എത്രയെത്ര കള്ളങ്ങളാണ് മാതാപിതാക്കന്മാരോടും ഗുരുക്കന്മാരോടും അഗസ്റ്റിൻ പറഞ്ഞുകൂട്ടിയത്. കാർത്തേജ് എന്ന പട്ടണം ലജ്ജാകരമായ ജഡീക മോഹങ്ങൾ സീൽക്കാര ആഘോഷത്തോടെ തിളച്ചു മറിഞ്ഞിരുന്ന സമയത്താണ് അഗസ്റ്റിൻ അവിടെ ചെന്നെത്തുന്നത്. ആത്മദ്രോഹകരമായ സ്നേഹബന്ധത്തിലും ദുർഗ്രാഹ്യമായ ആകർഷണത്തിലും അന്യൻ്റെ മുതൽ നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. സങ്കീർണമായ കൂട്ടുകെട്ടിൻ്റെ കുരുക്ക് അഴിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അങ്ങേയറ്റം മലിനമായ പ്രവൃത്തിയിൽ അഗസ്റ്റിൻ ഏർപ്പെട്ടു. അപ്രകാരം യൗവനകാലത്ത് തന്നെ സർവോത്കൃഷ്ടനായ ദൈവത്തിൽ നിന്നകന്ന് ബഹുദൂരം സഞ്ചരിച്ചു. അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക അഗസ്റ്റിനെ ഓർത്ത് ദൈവത്തിൻ്റെ മുന്നിൽ ചൊരിഞ്ഞ കണ്ണുനീർ സ്വന്തം മക്കളുടെ മൃതശരീരത്തിൽ മാതാക്കൾ ചൊരിയുന്നതിനേക്കാൾ കൂടുതൽ പൊഴിച്ചിരുന്നുവെന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. ഒരു സ്വപ്നം വഴി ദൈവം മോനിക്കയെ ആശ്വസിപ്പിച്ചു. അഗസ്റ്റിൻ പറഞ്ഞു കൂട്ടുന്ന അബദ്ധങ്ങളും ദൈവദൂഷണവും കേട്ട് മടുത്ത് അവൻ്റെ കൂടെയുള്ള താമസം മതിയാക്കുവാൻ പോലും ഒരുങ്ങിയതാണ് മോനിക്ക. അത്ര വെറുപ്പ് തോന്നിക്കുന്ന ദൈവ നിന്ദകളാണ് അഗസ്റ്റിൻ്റെ നാവിൽ നിന്നും പൊഴിഞ്ഞിരുന്നത്. എങ്കിലും സ്വപ്നത്തിൽ ലഭിച്ച ആ സാന്ത്വനം മൂലം അഗസ്റ്റിൻ്റെ കൂടെ തുടർന്ന് താമസിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും മോനിക്ക തീരുമാനിച്ചു. പ്രത്യാശ കൈവിടാതെ ദൈവത്തിൻ സന്നിധിയിൽ അഗസ്റ്റിനു വേണ്ടി മോനിക്ക വിലപിച്ച് എവിടെയെല്ലാം വെച്ച് മോനിക്ക അഗസ്റ്റിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ അവിടെയെല്ലാം നനയത്തക്ക വിധത്തിൽ അവൾ ഒഴുക്കിയ കണ്ണുനീർ കണ്ട് ദൈവം മനസ്സലിഞ്ഞു. അവളുടെ പ്രാർത്ഥന കേട്ടു. തൻ്റെ ആത്മാവ് ഇളകി മറിഞ്ഞ് തിളച്ചു പൊങ്ങിയ ഒരവസരത്തിൽ അഗസ്റ്റിൻ ശിശുവിൻ്റേതെന്ന പോലെ ഒരു നാദം ഇങ്ങനെ മന്ത്രിക്കുന്നത് കേട്ടു: എടുത്തു വായിക്കൂ, എടുത്തു വായിക്കൂ. അദ്ദേഹം ഒരു പുതിയ നിയമം കടന്നെടുത്ത് തുറന്നു വായിക്കാൻ തുടങ്ങി. ആദ്യം ദൃഷ്ടിയിൽപ്പെട്ടത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണ്. മധുരോത്സവത്തിലും വിഷയലംബാടതയിലും തോന്യാസത്തിലും കലഹത്തിലും അസൂയയിലുമല്ല ജീവിക്കേണ്ടത്. പിന്നെയോ ക്രിസ്തുവിനെ വസ്ത്രമെന്ന പോലെ ധരിക്കുക, ശരീരത്തിൻ്റെ ഭോഗാസക്തിയെ ഗൗനിക്കാതിരിക്കുക. അപ്പോൾ മുതൽ അഗസ്റ്റിൻ്റെ ഹൃദയഗതി ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു തുടങ്ങി. അന്നു മുതൽ അഗസ്റ്റിന് ആന്തരിക ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പ് അനുഭവിക്കുവാൻ തുടങ്ങി. എങ്കിലും ദൈവത്തെ കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന വിശപ്പാണതെന്ന് അഗസ്റ്റിൻ മനസ്സിലാക്കിയില്ല. അഗസ്റ്റിൻ പറയുന്നത്: ദൈവമേ, നീയാകുന്ന അക്ഷയ ഭക്ഷണത്തോട് എനിക്ക് തീരെ കൊതി തോന്നിയില്ല. കൊതി തോന്നാതിരുന്നത് അത് നിറയെ ഭക്ഷിച്ച് ഞാൻ സംതൃപ്തനായതുകൊണ്ടല്ല, പ്രത്യുത അതിനുവേണ്ടിയുള്ള വിശപ്പ് തീർത്തും നശിച്ചു പോയത് കൊണ്ടാണ്. വിശപ്പ് കെട്ടുപോയതോടെ ഭക്ഷണത്തോടുള്ള വെറുപ്പ് വർദ്ധിക്കുകയാണുണ്ടായത്. അങ്ങനെ എൻ്റെ ആത്മാവിന് കഠിനമായ ഒരു രോഗം പിടിപെട്ടു. അത് നീരുവെച്ച് വിണ്ടുകീറി അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന അഴുക്കും ചലവും പുറത്തേക്ക് ഒഴുകിത്തുടങ്ങി. അപ്രകാരം വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി അഗസ്റ്റിൻ ആത്മാവിൽ അനുഭവപ്പെട്ട ശമിക്കാത്ത വിശപ്പുമായി ദൈവത്തോട് ചോദിക്കുകയാണ്: യൗവന കാലം മുതൽ എൻ്റെ പ്രതീക്ഷയായിരുന്ന ദൈവമേ, നീ എവിടെയായിരുന്നു? എന്നെ വിട്ട് നീ എവിടെ പോയി? നീയല്ലേ എന്നെ സൃഷ്ടിച്ചത്? വയലിലെ മൃഗങ്ങളിൽ നിന്നും ആകാശത്തിലെ പക്ഷികളിൽ നിന്നും എന്നെ വ്യത്യസ്തനാക്കിയതും നീയല്ലേ? എൻ്റെ ഹൃദയനാഥനാകുന്ന നിന്നെ തേടി ഞാൻ പോയത് എന്നിൽ നിന്നും പുറത്തേക്കാണ്.
എന്നാൽ ദൈവമേ, അങ്ങ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും അഗസ്റ്റിൻ ദൈവത്തോട് പറയുന്നത് ലോകത്തോടുള്ള സ്നേഹനിമിത്തം തിന്മയിൽ ജീവിച്ചുകൊണ്ട് മരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം തൻ്റെ ഹൃദയവികാരത്തെ പിൻവലിച്ച് നന്മയിൽ ജീവിക്കുന്ന ആത്മാവായി രൂപാന്തരപ്പെടുത്തി. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന ഗുരുമൊഴി അഗസ്റ്റിനിൽ സാക്ഷാൽ ഭവിച്ചു. ഈ കാലഘട്ടത്തിലെ എല്ലാ യുവതിയുവാക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവേഷ്ടം നിർവഹിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി വിശുദ്ധ മോനിക്കയുടെയും വിശുദ്ധ അഗസ്തീനോസിൻ്റെയും മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. സമാപന പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങിൽ ആധാരമായ സൗഹൃദത്തിന്റെ മനോഹാരിത അങ്ങ് വിശുദ്ധ അഗസ്തീനോസിലൂടെ വെളിപ്പെടുത്തി കൊടുത്തുവല്ലോ. വിശുദ്ധ അഗസ്തീനോസിന്റെ സുഹൃത്തുക്കളായ ഞങ്ങളുടെ ഈ സമൂഹത്തിൽ പരസ്പര സൗഹൃദത്തിന്റെ സ്നേഹശൃംഖല വളരുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. അപ്രകാരം സ്വർഗരാജ്യത്തിൽ ഈ സൗഹൃദത്തിന്റെ പൂർണ്ണത ആസ്വദിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് കർത്താവായ ക്രിസ്തു വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.